ഹായ് ഫ്രണ്ട്സ്, ഐ എം ബാക്ക്. അതെ, കുറേ നാൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. ഒരു ചെറിയൊരു ഡിഫറൻസ് ഉള്ളൊരു ചെറിയ വീഡിയോ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഇത് ZBrushൽ അഗെയിൻ ഞാൻ ഹെഡ് ചെയ്യുകയാണ്. അതെ, വാട്ട് എ ബോറിങ് സ്റ്റെപ്പ്. അതെ അതെ, ഈ പ്രാവശ്യം ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വരെ കാണുക, അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അത് ഇറ്റ്സ് പ്രിറ്റി ഈസി ടു ഡു ഇറ്റ്. ഓക്കെ, അത്രയും തല പോയിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യം തുറക്കണ പോലെ തന്നെ ഓക്കെ ഇങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി യൂട്യൂബിലുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഇത് സ്ട്രേറ്റ് അവേ ജമ്പ് ഇൻ ടു ആക്ഷനാണ്. ഞാൻ ഇനി കൂടുതൽ ടൈമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. തന്നെ ഈ പറയുന്ന ഡൈനോവാക്സ് എന്ന് പറയുന്നത് ഡൈനോവാക്സ് ഇത് പ്രിറ്റി ഈസിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ബോക്സ് ഉണ്ട്. ഇത് അവിടെ നോക്കി കാണാം. ഡൈനോവാക്സ് ഓൾറെഡി അതിൻ്റെ അകത്ത് അത്യാവശ്യം പോളിയൊക്കെ ഉണ്ട്. ഞാൻ ബേസിക്കലി ഇപ്പോൾ ഈ പ്രാവശ്യം കാണിക്കാൻ ഞാൻ ചെറിയ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ഒരു വർഷം ആക്ച്വലി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് രണ്ടാമത് ഒരു വീഡിയോ ഇറക്കണമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരും. രാത്രി ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ശബ്ദമൊക്കെ ഉണ്ടാവും. സോ പ്ലീസ് ബെയർ വിത്ത് മീ, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ചെറിയൊരു നല്ലൊരു ഇൻഫർമേഷൻ, ഈ ഇൻഫർമേഷൻ കിട്ടിയത് ആക്ച്വലി പറഞ്ഞ എനിക്ക് യൂട്യൂബിൽ നിന്നാണ്. ഞാനിത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ കീ ഷോട്ട് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ. ഞാനിതിൻ്റെ അത്രയും വലിയ കാര്യമായിട്ട് ഇനി ഉപയോഗിക്കുന്നൊരു സോഫ്റ്റ്വെയർ ഇല്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ZBrush 2021 വേർഷനാണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ ട്രാൻസ്ഫോം പുതിയ ക്ലോപ്പിനോടുന്നുണ്ട്. ഇപ്പോൾ ഇത് അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യത്തെ ചെയ്തത്. പിന്നെ കുറേ നാളിന് ശേഷമാണ് ഈ ZBrushനെ ഞാൻ കയ്യിലെടുക്കണം തന്നെ. അതുകൊണ്ട് അതിൻ്റെതായ കുറേ കുറവുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോഴും പറയുന്നത് ക്ഷമിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട്. ഏതായാലും ലെറ്റ് us ജമ്പ് ഇൻ ടു ആക്ഷൻ. സാധാരണ അതൊക്കെ ചെയ്യണ പോലെയൊക്കെ അല്ല ഇപ്പം ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കാലപ്രമാണ കൊണ്ടിട്ടുണ്ടായ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ്. സോ പിന്നെ ടെക്നിക്കിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ ടെക്നിക്ക് ആലോചിച്ചു എങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. കുറേ കൂടി ഈസിയറായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വീഡിയോസിൻ്റെ അകത്ത് ഇനി കൂടുതലും കൂടി ഇടാൻ ആഗ്രഹിക്കുന്നത്. അതായത് ZBrush മാത്രം പറഞ്ഞുകൊണ്ടിട്ട് ZBrush നിങ്ങൾ അറിയാൻ പോകുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ ക്രീസസ് കണ്ടിരിക്കുന്നില്ലേ, ഈ ക്രീസസൊക്കെ ഉണ്ടായിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞാൽ തന്നെ ട്രാൻസ്ഫോം ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ക്ലോത്ത് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ടൂളാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാനിപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുന്നതാണ് ഈ റിങ്കിൾസും കാര്യങ്ങളൊക്കെ. ഏതായാലും ആസ് യൂഷ്വൽ നമ്മളൊരു ബേസിക് ഷേപ്പ് എടുക്കുന്നു, സ്പിയർ എടുക്കുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഒരു സ്കള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സ്കെലിട്ട്, ഒരു തലയോട്ടി, ഏകദേശം ഒരു തലയോട്ടി ഷേപ്പ്. ഇപ്രാവശ്യം കുറച്ച് കൂടി ഡെഫൈൻഡായിട്ട് കുറച്ച് മൂക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ചിഹ്ന് ഇപ്പം ഞാൻ ചെയ്യണ കംപ്ലീറ്റ്ലി പറഞ്ഞ എൻ്റെ മസിൽ മെമ്മറി യൂസ് ചെയ്ത് ചെയ്യണം. അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു റെഫറൻസ് ഒന്നും നോക്കി ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ തുടങ്ങുന്നവർക്ക് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ് യു യൂസ് സം റെഫറൻസസ്. ഡെഫിനറ്റ്ലി റെഫറൻസ് ഒരു കീ മെറ്റീരിയലാണ്. ആൻഡ് ഒരുപാട് സ്കെച്ചിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന മെമ്മറി നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട്, അതായത് ഐ സോക്കറ്റ് എങ്ങനെ ഇരിക്കണം, ചില അനാട്ടോമിക്കൽ ഡീറ്റെയിൽസ് അത് ട്രൂ ടു ദ ഫേസിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഞാനിവിടെ പെർട്ടിക്കുലർലി ലക്ഷ്യമൊന്നും വിചാരിച്ചിട്ടില്ല, എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു പെർട്ടിക്കുലർ മൈൻഡൊന്നും ഇല്ലാണ്ട് ഞാനൊരു ഓപ്പൺ. ഇതാണ് ഏറ്റവും മോസ്റ്റ് തിങ് അബൌട്ട് ZBrush എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം ഒരു സ്റ്റാർട്ടേഴ്സിനെ എപ്പോഴും ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ. നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതാണ് ഞാനതട്ടെ ചെയ്യുന്നത്. എന്നെ തന്നെ ഇൻസ്പയർ ചെയ്യാനും ഞാൻ എന്നെ തന്നെ ഈ പറയുന്ന ഫീൽഡിലേക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ടൊക്കെ. നമ്മൾ തന്നെ ചില സമയത്ത് നമ്മൾ ഡൗൺ ആവും. അപ്പം ഈ ഇങ്ങനെയുള്ളവരിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഓക്കെ ഞാനിങ്ങനെ തീരുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും.
നമ്മൾ അൺനോയിങ്ലി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളത് ജസ്റ്റ് ആഡ് ഓൺ ടു യുവർ സ്കിൽസ്. നമ്മളെ ഗെയിം കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഇറ്റ്സ് എ സ്ലോ പയ്യനെ ഉള്ളൊരു വളർച്ച തന്നെ, പെട്ടെന്നൊന്നും ഉണ്ടാവുന്നില്ല. ഈ പറഞ്ഞ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറഞ്ഞൊരു മണിക്കൂറോളം ഇരുന്ന് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഈ സമയങ്ങളിലായിട്ട് ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ടിട്ട് ഒരുപാട് സമയമുണ്ടായി. പക്ഷേ സമയമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻഡൾജ്ഡായി. ഞാനിപ്പോൾ ഒരു ഗെയിമിങ് ചാനൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിലായിരുന്നു കുറേയൊക്കെ ഫോക്കസ്. കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇനിയിപ്പം റൺ ചെയ്യാനൊന്നും പറ്റിയൊരു സമയമല്ല. അങ്ങനെ ഇരിക്കാതെയാണ് എല്ലാവരുടെയും സപ്പോർട്ട് കണ്ടോടെയാണ് ഞാൻ ഓർത്തത് ഓക്കെ ഞാനൊരു വീഡിയോ കൂടി ഇറക്കിയേ. ഇനിയും ഇറക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. നിങ്ങളുടെ കമൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതുക. ഞാൻ ഓർക്കുകയാണ് ഞാൻ ഇനി റെഗുലറായിട്ട് കുറച്ച് കൂടി വീഡിയോസ് ഇടണമെന്ന്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയണത്. എനിക്ക് ഇത്രയും മോട്ടിവേറ്റഡ് ആയത്. ഹോപ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് വളരെ മോട്ടിവേറ്റഡ് ആവും. ഇപ്പം ഈ ചെയ്യുന്നുണ്ടല്ലോ, ഈ കാണുന്നത് ഇത് മാസ്കിംഗ് ആണ്. ഈ മാസ്കിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ടുണ്ടെന്നോ അത് പറയണേക്കാളും ഓക്കെ നല്ല കാര്യം പറയുക. പക്ഷേ എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് കിട്ടുമ്പോഴാണ് ആ സംശയത്തിന് ആസ്പദമായിട്ട് എനിക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു പേർപ്പസ് സെർവ് ചെയ്തതായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. സോ ഗൈസ്, be with me and help me out in this journey. We all are into this together. Okay. As usual ഞാനെങ്ങനെയായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ അതേപോലെയൊക്കെ തന്നെ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ തന്നെ, അല്ലാണ്ട് അതിനപ്പുറം കൂടുതലൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സബ് ടൂളിൽ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സബ് ടൂൾ, ഇനി ഈ സബ് ടൂൾ എന്തെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ സബ് ടൂളിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഇൻട്രോ, വാട്ട് ഈസ് എ സബ് ടൂൾ, എങ്ങനെയാണ് സബ് ടൂൾ നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. അപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ചെയ്യണം. പൂവിൻ്റെ ഇതളുകളൊക്കെ ചെയ്യണം. അപ്പോൾ ഓരോ ഇതൾ ഓരോരോ സബ് ടൂളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഓരോ ഇതളിൻ്റെ പുറത്ത് നമുക്ക് അതിൻ്റെ കൺട്രോൾ കൊടുക്കാൻ പറ്റും, അതിൻ്റെ ഡിഫറൻസസ് കൊടുക്കാൻ പറ്റും. എല്ലാ ഇതളും ഒരേപോലെ ഇരിക്കില്ലല്ലോ. സോ അതേപോലുള്ള കാര്യങ്ങൾ. പിന്നെ ചില കാര്യത്തിൽ നമുക്ക് സബ് ടൂൾ വളരെ യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഈ കണ്ണിൻ്റെ പോളിഷ് ചെയ്യാനായിട്ട് ഞാൻ സബ് ടൂളിലൊരു സ്പിയർ ഇട്ടിട്ട് ആ സ്പിയറിനെ മോഡിഫൈ ചെയ്ത് അതേപോലെ ആണ് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കൈൻഡ് ഓഫ് ലൈക്ക് ഈസി. കാരണം വെച്ചാൽ ഞാൻ ബാക്കിയുള്ള പാർട്സിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ എനിക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൺ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരേ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇത് ചെയ്യാനെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വഴിയൊന്നും എൻ്റെ അത് കൊടുത്തിട്ടില്ല. നമുക്ക് ഏതാണ് താല്പര്യപ്പെടുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാനിപ്പം ഒരു 10-20 വഴികൾ കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും അതിൻ്റെ അകത്ത് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഐ ആം ഓൾവേസ് ഓപ്പൺ ഫോർ ഏതെല്ലാം രീതിയിൽ നമുക്ക് വേണ്ട. ഇപ്പം എനിക്ക് ആ ഐബോളിനെ അങ്ങനെ തന്നെ ഹൈഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ തിരിച്ചിടേണ്ട അത് ഐബോൾ നമുക്ക് വിസിബിലിറ്റി ഓൺ ചെയ്യുക. സെയിം ആസ് ഫോട്ടോഷോപ്പ് പോലെ തന്നെ ലെയർ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുന്ന പോലെ തന്നെ. യാതൊരു വ്യത്യാസവും ഇല്ല പല കാര്യം ചെയ്യാനായിട്ട്. പിന്നെ കുറച്ചൊക്കെ നല്ല അനാട്ടമിക്കൽ നോളജ് വളരെ നല്ലതാണ്. അനാട്ടമിക്കൽ നോളജ് ഇല്ലെങ്കിൽ തന്നെ അനാട്ടമിക്കൽ ബുക്സ് റെഫർ ചെയ്യുക. നല്ല ബുക്സിനെ കുറിച്ച് റിവ്യൂ ഉള്ള നല്ല ബുക്സിനെ കുറിച്ച് ഞാൻ റിഫർ ചെയ്യുന്ന ബുക്കുകൾ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ക്രിസ്റ്റ്യൻ ബ്ലെയർ ഉണ്ട്. ഈ ഫേഷ്യൽ മസിൽസിനെ കുറിച്ചൊരു നോളജ് വളരെ നല്ലതാണ്. നമുക്കറിയാം എങ്ങനെയൊക്കെ നമ്മുടെ ഫേഷ്യൽ മസിൽസ് ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നത്, ഏത് മസിലാണ് ആ എക്സ്പ്രഷനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ് ഒരു സ്കൾപ്റ്റർ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഒരു മോഡൽ ചെയ്ത് വേറൊരു മോഡലാക്കി ചെയ്യണ ആ ഒരു ഫാഷൻ ഞാൻ ഇത് ചെയ്യാറില്ല. അത് അൺലെസ് അൺടിൽ ഇപ്പം അതേപോലത്തെ ഒരു ടൈം സ്ട്രെയിനിലേക്ക് വരുവാണെങ്കിൽ
ഡെഫിനറ്റ്ലി അങ്ങനെ എന്തെങ്കിലും ഒരു രീതി ഞാൻ ചിലപ്പോൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ആൻഡ് ഈ പറയണത് ലാസോ മാസ്കിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് കൺട്രോൾ ഉണ്ടാവും. നമുക്ക് വേറെ ഉണ്ട്, നമുക്ക് ബ്രഷ് ടൂൾ ഉണ്ട്, നമുക്ക് പെയിൻറ്റ് ചെയ്ത് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഫെദറിങ് ഒക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളറിയാത്ത സ്ഥലത്തൊക്കെ കയറി പിടിച്ചെന്നും വരും. സോ ലാസോ മാസ്കിംഗ് ആണ് പിന്നെയും കുറേയും കൂടി ഒരു ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ലാസോ ആണ് കൂടുതലും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ലാസോ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഔട്ട് സൈഡ് ആ മോഡലിൻ്റെ ആ ഓപ്പൺ സ്പേസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ പിന്നെ ഒരു ZBrushൻ്റെ സ്പെഷ്യലിസ്റ്റൊന്നും അല്ല, അതൊരു കാര്യം പറയാം. ഞാൻ ZBrush എൻ്റെതായ ചില മോഡൽസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ ഒരു ഗെയിം ഡിസൈനിങ് ഫീൽഡിലൊക്കെ ഇരിക്കുമ്പം നമുക്കൊരു സാധനം പെട്ടെന്നൊരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഇതൊരു വളരെ ഒരു കൺവീനിയൻറ്റ് ടൂളാണ് അതിന് വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് പേപ്പർ ആൻഡ് പെൻസിലാണ്. ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും അതിന് തന്നെ കൂടുതൽ മുൻതൂക്കം കൊടുക്കുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്നത് മുഴുവനും ഈ പേപ്പർ ആൻഡ് പെൻസിൽ എന്നുള്ള ആ ഒരു നോളജാണ് ഞാനിവിടെ കൊണ്ടുവന്ന് ഇടുന്നത്. അല്ലാണ്ട് ഞാൻ ZBrushലെ ഒരു എക്സ്പേർട്ട് എന്ന് ഒരിക്കലും ഞാൻ എന്നെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സോഫ്റ്റ്വെയറിനേക്കാളും കൂടുതൽ എനിക്ക് എക്സ്പേർട്ട് ആകാൻ ശ്രമിക്കുന്നത് ട്രഡീഷണൽ മീഡിയംസിലാണ്. അതിലാണ് കൂടുതലും നമുക്ക് ഒരു സ്ട്രെങ്ത്തും നമ്മളുടെ ഈവൺ ആ ക്രിയേറ്റീവ് സ്പേസ് നമ്മൾ ഇവോക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പേപ്പർ ആൻഡ് പെൻസിൽ. ഇപ്പം നമ്മൾ പറയല്ലേ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഡെഫിനറ്റ്ലി ഓക്കെ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പോൾ ക്രിയേറ്റീവ് ആകണമെങ്കിൽ എന്താകണം? നമ്മളുടെ കയ്യിലുള്ള ഓപ്ഷൻസ് എത്ര റൺ ഔട്ട് ചെയ്യുന്നു, എത്ര ഓപ്ഷൻസ് ഉണ്ടാകുന്നില്ല നിങ്ങൾക്കിത് കഴിഞ്ഞ്. യു ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻസ്, ദെൻ യു ഹാവ് ടു മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് വാട്ട് യു ഹാവ്. അവിടെയാണ് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് അപ്ലൈഡ് ആണത്. അപ്പം അങ്ങനെ വരുമ്പം പേപ്പർ ആൻഡ് പെൻസിലിൽ നമുക്ക് ഈ വലിയ ഫങ്ഷണാലിറ്റീസോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ളൊരിതൊന്നും വരുന്നില്ലല്ലോ എൻ്റെ അകത്ത്. ഈവൻ അണ്ടു പോലും ഇല്ല. ആ കൂടെ ഇറേസർ എടുത്ത് മായ്ക്കാനേ പറ്റുള്ളൂ. ഈവൻ അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. പേപ്പർ അതിൻ്റെ പരിപാടി കുറച്ച് കഴിഞ്ഞാൽ തീരും, അധികം മായ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ടൂൾസിനെ കുറിച്ചൊക്കെ ഇൻ ഡീപ്പായിട്ട് ഞാനിപ്പോൾ ഒരിക്കലും ഒരാളോടും പറയില്ല ഈ ഒരു വീഡിയോ മാത്രം കണ്ട് നമുക്കൊരിക്കലും ഒരു ZBrushൻ്റെ ഒരു കാര്യങ്ങളെല്ലാം കിട്ടണമെന്നില്ല. ചില ഐഡിയാസ് ചിലയിടത്തു നിന്ന് കിട്ടും. അതുകൊണ്ട് കീപ് വാച്ചിങ്. എത്ര വീഡിയോസ് കാണാൻ പറ്റും അത്രയും വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ, അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ആണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതാണ് അതിൻ്റെ. ഇല്ലാണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ഓ യെസ് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി അടുത്ത വീഡിയോ നെക്സ്റ്റ് പോരട്ടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. രണ്ട് തരം രീതിയിൽ നമുക്കിത് ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു മോഡൽ വെച്ചിട്ട് ആ മോഡലിൻ്റെ എക്സാക്റ്റ് ഒരു കോപ്പി ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം. ഞാൻ അതിൻ്റെ അകത്ത് കൂടുതൽ പരാജയമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സത്യം അത് ഞാൻ പറയാമല്ലോ, പരാജയം തന്നെ. എന്നാൽ നമ്മളുണ്ടാക്കുന്ന മോഡൽ അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് വർക്ക് ലൈക്ക് ദേ ആർ ലൈക്ക് വെരി വെരി ടാലൻറ്റഡ്, സോ സ്കിൽ ദേ ആർ. പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെതായ ഒരു മോഡൽ ഉണ്ടാക്കണം. അത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് റൂമുണ്ട്. എന്തിന്? ക്രിയേറ്റീവ് ആകാനുള്ള റൂമുണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയതിൽ തന്നെ ഒരുപാട് സ്പീച്ച് എൻ്റെ സംസാരമൊക്കെ ഒരുപാട് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് എൻ്റെ വായിന്ന് അബദ്ധങ്ങളൊക്കെ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് ചിലവരൊക്കെ പറയരുത്, കളിയാക്കി തന്നെ പറയരുത്, എന്താണ് ഈ പറയണത്, വല്ല ഐഡിയ ഉണ്ട് ഈ പറയണത്. അപ്പോൾ ഓക്കെ, ഞാൻ ആക്ച്വലി പറഞ്ഞ വളരെ റിലാക്സ്ഡായിട്ട് മനസ്സിൽ തോന്നിയത് ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഇനിയിപ്പം ഓക്കെ, ഇനിയിപ്പം ഞാനൊരു ഫൈനൽ മോഡലിലേക്ക് വരുത്താനുള്ളൊരു ശ്രമമാണ്. ഒരു മോൺസ്റ്റർ സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ എൻ്റെ അത് ചെവിയൊന്നും ചെയ്തിട്ടില്ല. ഞാനത് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ ചെവി, എനിക്കൊരു ഹോണൊക്കെ ആഡ് ചെയ്യണം, ഒരു ഡീമോണിക് ക്യാരക്ടർ ലൈക്ക് തിങ്. അങ്ങനെയൊക്കെ ആകുമ്പം പിന്നെ ആൾക്കാരും കാണാത്ത ക്യാരക്ടർ ആകുമ്പോൾ തോന്നിയ പോലെയൊക്കെ നമുക്ക് മസിലിടാം. കുറേയൊക്കെ ഒരു ഭീകരത്വം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത്രയും വലിയ ഭീകരമൊന്നും ആയിട്ടില്ല ഇതുവരെ. ആക്കാം നമുക്ക്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിനെ എത്രത്തോളം ഭീകരമാക്കി എടുക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നിരിക്കും ആ വീഡിയോ. ഇനിയാണ് നമ്മൾ ഇത് ഇപ്പോൾ ഇതിനകത്ത് പുതിയതിനകത്ത് ഒരുപാട് പെയിൻറ്റ് ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ബ്രഷിനകത്ത് നമുക്ക് പെയിൻറ്റ് അത് നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. നേരത്തെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. യൂട്യൂബ് വീഡിയോസിനകത്ത് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ വെറും ഒരു ബ്രഷ് കണ്ടപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ സംഭവത്തിന് നമ്മളൊരു തേർഡ് പാർട്ടി റെൻഡറിങ് ടൂളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന കീ ഷോട്ട്. ഇവിടെ പോവുക, റെൻഡറിങ്ങിൽ പോവുക. റെൻഡറിങ്ങിൻ്റെ നേരെ അടി ഞാനത് സൈഡിലേക്ക് നിൽക്കുകയാണ്. റെൻഡറിങ്ങിൻ്റെ എൻ്റെ അടിയിൽ നേരെ കാണാം. നമുക്ക് കീ ഷോട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, കീ ഷോട്ട് ആക്ടിവേറ്റ് ആയി. നമ്മൾ ബി പി ആർ കാണാം അവിടെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇറ്റ് എക്സ്പോർട്ട് ടു ഡയറക്ട്ലി ടു കീ ഷോട്ട്. പിന്നെ കീ ഷോട്ടാണല്ലോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തത്. ആ സോഫ്റ്റ്വെയറായിട്ട് ലിങ്ക്ഡാണ് Zbrush. നമ്മൾ ചെയ്ത മോഡൽ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ കിട്ടി. ഇൻക്ലൂഡിങ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന ആ പെയിൻറ്റ് എഫക്റ്റും അത് മുഴുവനും ഇതിൽ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എൻ്റെ പുറത്ത് ഇഷ്ടം മാതിരി ടൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഈ കാണുന്ന ഞാൻ ആ ഐബോൾസ് ഡിഫറെൻറ്റ് ലെയറിലാണല്ലോ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിന് സെപ്പറേറ്റ് മെറ്റീരിയൽ അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് ഇതിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അതേപോലെ നമുക്ക് അതേപോലെ കൺട്രോൾ കിട്ടും. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇനിയും എൻ്റെ കൂടെ ഇനി അടുത്ത വീഡിയോസ് കാണാൻ ഷുവർലി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Okay, thank you so much for watching. Take care. Bye bye. Good night. See you again.